ദേഷ്യം കൊണ്ട് ആ മുഖമൊക്കെ അങ്ങ് ചുമന്നു. മുളകിന് ഇത്രയും പവറോ? അന്ന് എന്റെ തല താടില്ല. തല ഉയർത്തി തന്നെ ഞാൻ ചിലത് പറയും. ഞാനെല്ലാം പറഞ്ഞു കഴിയുമ്പോ ഈ കുടുംബത്തിന്റെ അഭിമാനം കപ്പല് കയറും. അത്രയ്ക്കും ചെയ്തു വച്ചിട്ടുണ്ട്. നല്ല പ്രായത്തിൽ അമ്മയും മോനും കൂടി. ഞാൻ ഒരിടത്ത് നിന്ന് പറഞ്ഞു തുടങ്ങിയ പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ വായടയ്ക്കൂ. അന്ന് ഇതുപോലെ തല താഴ്ത്തി നിൽക്കുന്നത് അമ്മ മാത്രമായിരിക്കില്ല, പെറ്റു വളർത്തിയ മോനും കൂടിയായിരിക്കും. അത് വേണോന്ന് ചിന്തിക്ക്. പാവങ്ങളെ സഹായിക്കുന്ന പരിപാടി താൻ ഇതുവരെ നിർത്തിയില്ലല്ലേ? അതെന്നെ കൊണ്ട് പറ്റില്ല സാർ. ആരുടെയെങ്കിലും ദയനീയാവസ്ഥ കേട്ടാൽ എന്റെ കണ്ണു നിറയും. പിന്നെ അതാവും മനസ്സില്. എന്റെ കാര്യം ഓർത്ത് ഞാൻ അധികം വിഷമിക്കാറില്ല. പക്ഷെ മറ്റുള്ളവരുടെ കാര്യം ഓർത്താ എനിക്ക് എപ്പോഴും വിഷമം. അത് തന്റെ നല്ല മനസ്സുകൊണ്ടാ. എനിക്ക് പക്ഷേ അങ്ങനല്ല. എന്റെ കാര്യമല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിന് ഞാനങ്ങനെ തലയിടാൻ പോവാറില്ല. ഞാനും സാറും വളർന്ന സാഹചര്യം രണ്ടും രണ്ടല്ലേ? മുഴുപട്ടിണിയിലും ഓർഫനേജിലുള്ള ആളുകളുടെ കാരുണ്യത്തിലും വളർന്നവളല്ലേ ഞാൻ. അതുകൊണ്ട് എല്ലാവരുടെയും വിഷമം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആരെന്നുപോലും അറിയാത്ത ഒരു സ്പോൺസറിന്റെ കീഴിലാ ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. വല്ലപ്പോഴും ആ സ്പോൺസർ അയക്കുന്ന ഗിഫ്റ്റുകൾ, ഡ്രസ്സുകൾ, അങ്ങനെ ഒരു ജീവിതമായിരുന്നു എന്റേത്. ഇപ്പൊ പറയുമ്പോ നിസ്സാരമായിട്ട് പറയുന്നേ ഉള്ളൂ. ആ ജീവിതമൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു. ഞാൻ പഠിച്ച് ജോലി വാങ്ങുന്നത് വരെ എന്റെ ഇഷ്ടത്തിന് ഒരു ആഹാരം പോലും ഞാൻ കഴിച്ചിട്ടില്ല. നല്ലൊരു വസ്ത്രം ഇട്ടിട്ടില്ല. എന്നെയും എന്റെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത് മറ്റു ചിലരാ. അന്ന് അത്രയ്ക്കും അനുഭവിച്ചത് കൊണ്ടായിരിക്കും എനിക്കിപ്പോ ഇങ്ങനെ നല്ലൊരു ജീവിതം കിട്ടിയത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണ് നിറയുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല സാർ. സാറ് അതിനെന്നെ വഴക്ക് പറയരുത്. വഴക്ക് പറയില്ല. സഹായിക്കുന്നതൊക്കെ ശരി. അത് പക്ഷേ നമ്മുടെ സഹായം അവരർഹിക്കുന്നുണ്ടോന്ന് ആദ്യം അറിയണം. ആര് വന്ന് എന്ത് വിഷമം പറഞ്ഞാലും എടുത്തു ചാടി അവരെ സഹായിക്കാൻ പോകുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അത് മാറ്റണം. തന്റെ ഈ നല്ല മനസ്സ് മുതലാക്കുന്നവരും ഉണ്ടാവും. അവരെ വേണം ആദ്യം തിരിച്ചറിയാൻ. തന്റെ ഈ സ്വഭാവം ഒരു ഭർത്താവെന്ന നിലയിൽ എനിക്ക് അഭിമാനം ഉണ്ടാക്കുന്നത്. ചില കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് തന്നോട് എതിരഭിപ്രായമുള്ളൂ. വീട്ടു ജോലിക്ക് നിൽക്കുന്ന ചിന്നു എന്ന് പറയുന്ന പെണ്ണൊക്കെ തന്നെ മുതലെടുക്കുക. അതുപോലുള്ളവരെ സൂക്ഷിക്കണം. അത് താനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സാറിനൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാനിപ്പോ വരാം. ശരി സാർ. അതെ, ഇന്നുച്ചയ്ക്ക് നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണ്ട, പുറത്തെവിടെയെങ്കിലും പോവാം. ശരി സാർ.
എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ നിനക്കറിയാനുള്ളത്? നീ എന്നോട് ചോദിക്കേ. മറ്റൊരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞ കാര്യോ, അതിലെത്രത്തോളം കഴമുണ്ടെന്ന് എനിക്കറിയില്ല. ആ സംശയം മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ഞാൻ വെറുതെ ചേച്ചിയെ സംശയിക്കുന്ന എന്തിനാന്ന് കരുതിയിട്ടാ നേരിട്ട് ചോദിക്കാമെന്ന് കരുതിയത്. നീ വെറുതെ ആമുഖ പ്രസംഗം നടത്താതെ കാര്യം പറയും നരേന്ദ്ര. ചേച്ചി ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇലവദേശം കൊട്ടാരത്തിൽ പോയിരുന്നു? പോയിട്ടില്ല എന്ന ഉത്തരവാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആഹാ, താനിവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? ഇവിടെ നോക്കിയോ? ഇല്ലല്ലോ, ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. തന്നോട് രമാമ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാ ഞാൻ കരുതിയിരുന്നു. ഇതല്ല, ഇതിനപ്പുറം അവര് കാണിക്കും. അതിനല്ലേ ഞങ്ങൾ 1-2 അടിമകൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇനി എന്നാണാവോ മുളക് പൊടി എടുത്ത് കണ്ണിലിട്ട് തരുന്നേ. രമാമ ശരിക്കും പാവാ, തനിക്കറിയാത്തോണ്ടാ. തനിക്കേ നീന്താൻ അറിയോ? അറിയാം. ഷേ, എന്താ അങ്ങനെ ചോദിച്ചത്? നീന്താൻ അറിയില്ലായിരുന്നെങ്കിലേ തന്നെ പിടിച്ച് ഇതിലോട്ട് തള്ളിയിടാനായിരുന്നു. അമ്മാതിരി വർത്താനമല്ലേ പറയുന്നേ. രമാമ്മ പാവമാണ് പോലും. അല്ല, എനിക്കൊരു സംശയം. ഈ പച്ചമുളക് തിന്നാൻ സമയമുണ്ടല്ലോ, ആദ്യത്തെ മുളക് തിന്നപ്പോഴുള്ള ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? താൻ കുറെ മുളവെടുത്ത് വായിലോട്ടിട്ട് ചവയ്ക്ക്, അപ്പൊ അറിയാം ഫീൽ എന്താന്ന്. എന്നാലും ഇത്രയും ആർത്തിയുള്ള മനുഷ്യരുണ്ടോ? ഹോ, മുളക് തിന്നപ്പോ എന്തൊരു ആർത്തിയായിരുന്നു. ഞാൻ കരുതി ഈ സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളം എല്ലാം കൂടി താൻ കുടിച്ചു തീർക്കുമെന്ന്. ഒരുമാതിരി പേളിക പോലെ അല്ലായിരുന്നു ഇയാളുടെ പ്രകടനം. ദേ, ഒന്നാമത് ഞാൻ നിലവിട്ട് നിൽക്കുവാ, അതിന്റെ ഇടയിൽ കൂടെ ഇമാതിരി സംസാരം താൻ നിർത്തിക്കോ. സത്യം പറഞ്ഞ തന്റെ ചില നേരത്തെ സംസാരം കേട്ടാ കാന്താരി മുളക് അരച്ചു വായി തേക്കാൻ തോന്നുമെങ്കിലും ഞാനത് ചെയ്യാത്തതേ താനൊരു പാവല്ലേ, എവിടെയെങ്കിലും പോയി പിഴച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷേ മുളക് തിരിക്കുന്ന ഞാൻ കരുതിയില്ല. ഹോ, ദേഷ്യം കൊണ്ട് ആ മുഖമൊക്കെ അങ്ങ് ചുമന്നു. മുളകിന് ഇത്രയും പവറോ? എടോ,